മാത്യു കുഴൽനാടൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിലേക്ക്. കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മാസപ്പടി എന്നത്. മാസപ്പടിയിൽ പ്രധാനമായിട്ടും CMRL കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾക്ക് നൽകിയ ഒരു പീരീഡിൽ നൽകിയ തുക, അതായത് 1.72 crores, അതിനെ സംബന്ധിച്ചാണ് നമ്മളെല്ലാവരും ഇത്രയും നാളും ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ 48ാമത്തെ പേജിൽ മറ്റൊരു പരാമർശമുണ്ട്. CMRL കമ്പനിയിൽ നടന്ന റെയ്ഡിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയും അതോടൊപ്പം തന്നെ എടുത്ത മൊഴികളും പരിശോധിച്ച്, അല്ലെങ്കിൽ മൊഴികളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതനുസരിച്ച് ഏകദേശം 90 കോടിയോളം രൂപയാണ് സംഭാവനയായി നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിവിധ കോണ്ടെക്സ്റ്റിൽ വിവിധ ആളുകൾക്ക്, രാഷ്ട്രീയക്കാർക്കൊക്കെ. അതിനെ സംബന്ധിച്ച് മറ്റൊരു പരാമർശമുള്ളത്, ഈ 1.72 crores വാങ്ങി എന്ന് പറയുന്ന വീണ വിജയൻ ഒരു പ്രോമിനന്റ് പൊളിറ്റീഷ്യന്റെ മകളാണെന്നും അദ്ദേഹത്തിന് മേജർ പേയ്മെന്റ്സ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടെന്നും ഒരു പരാമർശമുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ഫാക്ച്വലി ആരും ഡിനൈ ചെയ്തിട്ടില്ലാത്ത, ആകെ ഡിനയൽ വന്നത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നാണ്. PV ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പറയുന്ന PV ഞാനല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് അടുത്ത സ്റ്റേജിൽ ഇപ്പോ ആ ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് ആധാരമാക്കി നൽകിയ ഹർജിയിൽ പിണറായി വിജയന് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചു. ആ പശ്ചാത്തലത്തിൽ ഇനി PV ഞാനല്ല എന്ന് പറയുന്നത് എത്രമാത്രം നീതിയുക്ത അല്ലെങ്കിൽ യുക്തിബോധമുള്ളതാണ് എന്ന് നമുക്ക് സ്വയം വിലയിരുത്താവുന്നതാണ്. അപ്പൊ ആ PV പിണറായി വിജയനായിരിക്കുകയും ആ വീണ വിജയന്റെ അച്ഛൻ പിണറായി വിജയനായിരിക്കുകയും ആ അച്ഛന് മേജർ പേയ്മെന്റ്സ് 90 crores കൊടുത്തതില് മേജർ പേയ്മെന്റ്സ് അദ്ദേഹത്തിന് പോയി എന്നുള്ള പരാമർശമുള്ള പശ്ചാത്തലത്തിൽ ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് വിജിലൻസിന് ഒരു പരാതി കൊടുത്തിരുന്നു. ഇത് ഇപ്പോ എന്റെ കയ്യിലുള്ളത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ആണ്. ഈ ആക്ടിന്റെ കീഴിലാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ പരാതികൾ കൊടുക്കുന്നത്. ഇതിന്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രകാരം, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം ഒരു കേസ് നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ, അതല്ലെങ്കിൽ ഒരു കേസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ട ബേസിക് ഇൻഗ്രീഡിയൻസ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഞാൻ ഇന്നിപ്പോ ജനങ്ങൾക്ക് മുമ്പിൽ ഇതുപോലൊരു വിശദീകരണത്തിന് തയ്യാറാകാനുള്ള കാരണം, ഞാനൊരു MLA എന്ന നിലയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുകയുണ്ടായി. അതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ വിജിലൻസ് പരാതി ഞാൻ നൽകിയിട്ടുണ്ട്. സാധാരണഗതിയിൽ എപ്പോഴും ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും പലർക്കെതിരെ പലരും കേസ് കൊടുക്കുകയും അല്ലെങ്കിൽ കേസ് കൊടുത്തു എന്നുള്ള വാർത്ത വരികയും നിങ്ങളും വിജിലൻസിന്റെ വാർത്ത കൊടുക്കുകയൊക്കെ ചെയ്തു. ഞാൻ വിജിലൻസ് കേസ് കൊടുക്കുമ്പോൾ ഒരു അഭിഭാഷകൻ കൂടിയായതുകൊണ്ട് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോ സമാനമായി സമർപ്പിച്ച ഒരു വിജിലൻസ് കേസ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി പരിഗണിച്ച് തള്ളിക്കളയേണ്ടായി. അതിന്റെ പശ്ചാത്തലം കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതായത് 2 എലിമെന്റ്സ് ആണുള്ളത്. ഒന്ന്, ഇതിന്റെ 2 പാർട്ടികളുണ്ടാവും, കൈക്കൂലി വാങ്ങുന്നയാളും കൈക്കൂലി കൊടുക്കുന്നയാളും. അപ്പൊ അവർ തമ്മിൽ പണം കൈമാറി എന്നത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. വിജിലൻസ് കേസിന്റെ പ്രൈമാ ഫേസിയ ഒരു കേസ് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. 2 കക്ഷികൾ, അതിൽ 2 കക്ഷികൾ തമ്മിൽ പണം കൈമാറ്റം നടന്നു എന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് മാത്രം ഒരു വിജിലൻസ് കേസ് നിൽക്കത്തില്ല. പിന്നെ വിജിലൻസ് കേസ് നിൽക്കണമെങ്കിൽ പണം കൊടുത്തയാൾക്ക്, പണം വാങ്ങിയാൽ എന്തെങ്കിലും ഫേവർ വഴിവിട്ട് ചെയ്തിട്ടുണ്ടോ എന്നതാണ് അന്വേഷണ വിധേയമാക്കുന്നത്. അപ്പോ പണം വാങ്ങിയയാള് പണം കൊടുത്തയാൾക്ക് എന്തെങ്കിലും സേവനം നൽകി എന്നത് പ്രൈമാ ഫേസിയ, പ്രഥമ ദൃഷ്ട്യ ബോധ്യപ്പെടുന്ന എന്തെങ്കിലും ഒരു എലിമെന്റ് അറ്റ്ലീസ്റ്റ് നമ്മുടെ
അല്ലെങ്കിൽ നമ്മുടെ പരാതിയിൽ നമ്മൾ വാദമായിട്ടെങ്കിലും എടുക്കണം. അപ്പൊ മോണിറ്ററി വിജിലൻസ് കോടതി പറഞ്ഞത് അവർ പരിഗണിച്ച ഹർജിയിൽ വേണ്ട രീതിയിൽ ആ വാദം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിനെ സ്വാധൂകരിക്കുന്ന തെളിവുകളോ അല്ലെങ്കിൽ അതിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന മറ്റ് കാര്യങ്ങളോ ഒന്നും ആ ഹർജിയിൽ ഇല്ലാത്തത് കൊണ്ട് എവിഡൻസിന്റെ അഭാവത്തിൽ ആ ഹർജി തള്ളുന്നു എന്ന് പറഞ്ഞാണ് നോട്ടീസ് പോലും അയക്കാതെ ആ ഹർജി തള്ളാനിടയായത്. അപ്പോൾ എന്റെ ഹർജി ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തതിന് ശേഷം വിജിലൻസിന്റെ ഡയറക്ടറോട് പറഞ്ഞിരുന്നു, ഇതിൽ ഞാൻ പരാമർശിക്കേണ്ട കാര്യങ്ങളെല്ലാം പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറം മാസപ്പടി വിവാദത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ വിശദീകരണവുമായി മാത്യു കുഴൽനാടൻ MLA യുടെ വാർത്താ സമ്മേളനത്തിന് തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. മറ്റ് വാർത്തകൾ നോക്കാം.